എടാ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? മാത്സിൻ്റെ ബേസിക്കുകളായിരുന്നു അല്ലേ? മാത്സിൻ്റെ ബേസിക്കിൻ്റെ പാർട്ടുകളായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അവസാനം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫ്രാക്ഷൻസ് ആയിരുന്നു അല്ലേ? ഫ്രാക്ഷൻസിൻ്റെ എന്തൊക്കെ നമ്മൾ പഠിച്ചടാ? നമ്മൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ പഠിച്ചു അല്ലേ? എങ്ങനെയായിരുന്നു ആഡ് ചെയ്തുകൊണ്ടിരുന്നത്? ഇങ്ങനെ. പിന്നെ ഏതാണ്? മൈനസ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചു, അതും ഇങ്ങനെ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു. മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? വെറുതെ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അല്ലേ? വെറുതെ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. കേട്ടല്ലോ. ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിക്കാൻ പോകുന്നത്. ഡിവിഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നമ്മൾ നിർബന്ധമായിട്ടും മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണോടാ. നിർബന്ധമായിട്ടും മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ? അതേ സിമ്പിൾ പരിപാടി. 5/7 ഇൻറ്റു 2/3 ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? നേരെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 5 ഇൻറ്റു 2 10/7 ഇൻറ്റു 3 21. ഇത്രേ ഉള്ളൂ. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇതറിഞ്ഞാൽ മതി. നേരെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ നോക്കിക്കോ, നമ്മളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളാം. ദേ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3/5 ഡിവൈഡഡ് ബൈ എന്താടാ? ഒരു 7/4. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഈ ക്വസ്റ്റ്യൻ തന്നെ അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഈ ഡിവിഷൻ ഇങ്ങനെ മാറ്റി എങ്ങനെ എഴുതാടേ? 3/5. ഈ ഡിവിഷൻ മാറ്റി ഇങ്ങനെ എഴുതാം അല്ലേ? 3/5നെ എങ്ങനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 7/4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഈ ആദ്യം എഴുതിയിരിക്കുന്ന നമ്പർ അതുപോലെ തന്നെ എഴുതുക. 3/5 അതുപോലെ എഴുതി, 3/5 അതുപോലെ എഴുതി. ഇനി ഈ ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ വരണം എങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ഇട്ടു. ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ എഴുതിയിരിക്കുന്ന ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ എടുക്കണം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചിടണം, അത്രേ ഉള്ളൂ. രണ്ടാമത് എഴുതിയിരിക്കുന്ന ഫ്രാക്ഷൻ എടുത്ത് തിരിച്ചിട്ടാൽ മതി. 4/7. അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ അതുപോലെ എഴുതുക, രണ്ടാമത്തത് റെസിപ്രോക്കൽ എടുക്കുക, തിരിച്ചിടുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആൻസർ എത്രയാണ്? 3 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം, നേരെ ഗുണിച്ചാൽ മതി. 3 ഇൻറ്റു 4 എത്രയാടാ? 12/5 ഇൻറ്റു 7 എത്രയാടാ? 35. ക്ലിയർ അല്ലേ? ഇതേ നോക്കിയേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വളരെ സിമ്പിൾ സാധനം തരാം. 3/8 ഡിവൈഡഡ് ബൈ 2/7. ഈ ഡിവിഷൻ ഒന്ന് ചെയ്ത് നോക്കി. അപ്പൊ എങ്ങനെയാ പറഞ്ഞത്? ഫസ്റ്റത്തെ അതുപോലെ തന്നെ എഴുതുക. 3/8 ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കി. ഇത് തിരിച്ചിട്ടോ എന്താണ്? 7/2. ആൻസർ എത്ര വരുവാടാ? വേഗം പറഞ്ഞോ. 3 ഇൻറ്റു 7 എത്രയാടാ? 21/8 ഇൻറ്റു 2 എത്രയാടാ? 16. ഇത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഈ ഡിവിഷൻ മാറ്റി മറ്റത് കൊടുക്കാം. 3/4 ഡിവൈഡഡ് ബൈ 2/5. എടാ ഇതായിരിക്കും നമുക്ക് മിക്കയിടത്തും വരുന്നത് കേട്ടല്ലോ. നമുക്ക് ഉപയോഗിക്കാൻ ക്വസ്റ്റ്യനിൽ വരുന്നത് ഇതുപോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? മേളത്തെ അതുപോലെ തന്നെ എഴുതുക. 3/4. എടാ ദേ ഈ ഡിവിഷൻ മാറ്റി എന്താക്കുക? മൾട്ടിപ്ലിക്കേഷൻ ആക്കുക. അപ്പോൾ ഈ സാധനം തിരിച്ചിട്ടോളാം. എത്രയാണ്? 2/5 എന്നുള്ളത് എന്താവും? 5/2 ആവും. ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ്? 5 ഇൻറ്റു 3 എത്രയാടാ? 15/4 ഇൻറ്റു 2 എത്രയാടാ? 8. എളുപ്പമല്ലടാ? ക്ലിയർ അല്ലേ? ഒരെണ്ണം കൂടി നോക്കണോ? ഇത് ഈ മോഡൽ ഒരെണ്ണം കൂടി നോക്കാം. ഇതാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇത് നോക്കിയോ. 4th ക്വസ്റ്റ്യൻ ഒരെണ്ണം ഞാൻ ചെയ്യാം. 12/5 ഡിവൈഡഡ് ബൈ 3/2. വേഗം പറഞ്ഞോ. 12/5 മേളത്തെ അതുപോലെ തന്നെ എഴുതി. 12/5 ഈ ഡിവിഷൻ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കി. ഇത് തിരിച്ചിടണം. 3/2 തിരിച്ച് 2/3 ആക്കി. അപ്പം ആൻസർ എത്ര വന്നടാ? 12 ഇൻറ്റു 2 എത്രയാണ്? 24 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3 എത്രയാടാ? 15. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ, വേഗം ചെയ്തേ. 3/5 ഡിവൈഡഡ് ബൈ 7/4. ഇത് ചെയ്ത് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഏതാണ് ക്വസ്റ്റ്യൻ?
3/5 ഡിവൈഡഡ് ബൈ 7/4. ആൻസർ കമൻറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് വിഷയമില്ല. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കണം. വെറുതെ നോക്കിയിരിക്കാതെ അവിടെ ഇരിക്കുന്ന ഏത് പേപ്പർ കഷ്ണത്തിലോ ഒന്നത് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പാട്ട്.